ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു എന്തെന്നാ പറയുക, ഗാർഡനിങ് വീഡിയോ ആണ് കേട്ടോ. കണ്ടോ, എൻ്റെ ബോഗൻവില്ല മുന്നേ കണ്ടവർക്കൊക്കെ അറിയാം, നിറയെ പൂക്കളുണ്ടാകുന്നതാണ്. ഇപ്പോൾ കണ്ടോ ആകെ ശോഷിച്ചു. അപ്പം നമുക്ക് ഇവരെ ഒന്ന് പ്രൂണിങ് ചെയ്യണം. അതിന് പുറമെ അവർക്ക് കുറച്ച് എന്തെങ്കിലും ബൂസ്റ്ററൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിനൊക്കെ നന്നായി കട്ട് ചെയ്യുക പറഞ്ഞാൽ നന്നായി തന്നെ കട്ട് ചെയ്യണം. പൂക്കളെ ഒക്കെയും അതായത് പഴയതായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് വെട്ടിക്കളയണം. പുതിയത് വന്ന് വേണ്ട കേട്ടോ, പഴയതായി നിൽക്കുന്നതൊക്കെ വെട്ടിക്കളയാം. അപ്പം ഞാനിതിലെ ഒരു ചെടി 2 ചെടിയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് തല വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വെട്ടുമ്പോൾ സങ്കടമൊക്കെ തോന്നും, പക്ഷേ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. ഇങ്ങനെ വെട്ടിയാലാണ് നമുക്ക് അടുത്ത സെറ്റ് പൂക്കൾ പുതിയ തളിരിൽ വരുള്ളൂ. പിന്നെ ഇതിങ്ങനെ നീളം വെച്ച് പോയാൽ എന്താ കാണാനൊരു ഭംഗിയുള്ളത്. നമ്മളിങ്ങനെ ബുഷ് ചെയ്ത് നിൽക്കുന്ന ചെടിയുമ്പോൾ പൂക്കൾ ഉണ്ടാകുമ്പോഴല്ലേ കാണാൻ ഭംഗി. അപ്പം നമുക്കിതൊക്കെ അങ്ങ് വെട്ടാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, വെള്ള, ഇതിന് മുള്ളൊന്നും ഇല്ലാത്തൊരു ചെടി കേട്ടോ. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ്. അതായത് എപ്പോഴും ഇതുമ്മ പൂവുണ്ടാവും. അപ്പോൾ ഒരു സെറ്റ് ഉണങ്ങുമ്പോഴേക്കും അടുത്ത സെറ്റ് പൂക്കൾ അവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ തല മുരടിച്ച് നിൽക്കണതൊക്കെ വെട്ടിയാലാണ് നല്ല തല വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഒക്കെ വെട്ടിക്കളയാം. പിന്നെ ആ പർപ്പിൾ കണ്ടോ, പർപ്പിൾ നല്ല ഭംഗിയാണ് കേട്ടോ. പൂക്കളുണ്ടായി ശരിക്കും അതിൻ്റെ കളറ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതല്ല കേട്ടോ, നല്ല കളറാണ്. അത് ഉണ്ടാവും, വിരിയണ സമയത്ത് ഒരു കളറും അത് കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ഫെയ്ഡായിട്ടുള്ള കളറുമായിട്ട് മാറുന്നതാണ്. പിന്നെ പീച്ചൊക്കെ നാടനാണ്, അത് കാരണം കൊണ്ട് പീച്ച് കളറിലൊന്നും അധികം പൂക്കൾ ഉണ്ടാവലില്ല. ഇങ്ങനെ നീളം വെച്ച് പോവാനാണ് അവർക്ക് ടെൻഡൻസി കൂടുതൽ. എന്നിട്ട് അതുമ്മലാണ് പൂവുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ബുഷിയായി വന്നിട്ടാകുമ്പോൾ പൂവുണ്ടാവണ ഇത് ഇച്ചിരി കുറവാണ്. അപ്പം നമുക്ക് വേഗം വെട്ടി സെറ്റാക്കാം. ഉണ്ടോ ഒരെണ്ണം ഈ പീച്ച് കളറിൻ്റെയാണ് കേട്ടോ, ഈ നീണ്ടു പോയിരിക്കണം കണ്ടോ. എന്നാൽ പൂവുണ്ടോ അതുമില്ല. അപ്പം നമ്മൾ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ അതിന് കുറേ തല വരും. അപ്പം അതുമ്പോഴൊക്കെ പൂക്കളുണ്ടാവും. അപ്പം നമ്മൾ എന്തായാലും ഒരു മടിയും വിചാരിക്കേണ്ട, വെട്ടിക്കളയണം. ബോഗൻവില്ല ഒരിക്കലും നാശമായി പോകുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ, ഈ വള്ളിയായി നിൽക്കണത് കണ്ടോ. പൂക്കൾ എപ്പോഴും പൂവുണ്ടാവും, കൊന്നപ്പൂ പോലെ. ഇതൊക്കെ നമുക്ക് വേഗം കൊണ്ട് വെട്ടിയെടുക്കാം. ഉണ്ട്, ഇതിൻ്റെ പൂവ് കളറ് നല്ല ഭംഗിയാണ്, പക്ഷെ ആ പൂവിനൊരു എന്നും അതൊരു ഉഷാറില്ലാത്ത പൂവാണ്. നീളം വെച്ച് പോയിട്ടേ പൂവ് ഉണ്ടാവുള്ളൂ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ മുരടിച്ച് നിൽക്കണ്ടോ, നമ്മളെ ഇത് അങ്ങനെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് ഇതൊക്കെ ഈ തലയിലൊന്നും പൂവ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതൊക്കെ വെട്ടിക്കളയന്നെ വേണം, എന്നാലാണ് പുതിയ തളിരിൽ പൂവായി വരുള്ളൂ. നമ്മളിത് വെട്ടിയാൽ പോരാട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ മുടി വെട്ടുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിന് പിറ്റത്തെ ദിവസം മുതൽ നല്ല ശുശ്രൂഷ കൊടുക്കില്ലേ, അപ്പോഴല്ലേ മുടി വളരുള്ളൂ. അപ്പം അതേപോലെ തന്നെ ചെടികൾ വെട്ടിയാലും അവർക്ക് വളരാനുള്ള സാധനങ്ങൾ നമ്മൾ അവർക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇത് വെട്ടട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വെട്ടൽ ഏകദേശം കഴിയാറായി. ഇനി നമ്മൾക്ക് അവർക്ക് വേണ്ട ബൂസ്റ്റർ കൊടുക്കണം. കണ്ടോ, ഹോർലിക്സ് ആണ്, ഹോർലിക്സ് അല്ല കേട്ടോ, ഞാനിത് DAP, ഡൈ അമോണിയ ഫോസ്ഫേറ്റ്. ഇത് വളർച്ചയ്ക്കും എല്ലാറ്റിനും പൂക്കളുണ്ടാവാനൊക്കെ നഴ്സറിയിൽ അവർ ഉപയോഗിക്കുന്ന സാധനമാണ്, കെമിക്കലാണ്, ഒരു സംശയം വേണ്ട. നേരിട്ട് കയ്യിലെടുക്കാതിരിക്കുക. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ കയ്യിലെടുത്തത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് കയ്യിലെടുക്കുക എല്ലാവരും. പിന്നെ ഞാനിത് ഒരു കവറിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനതിനെ എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലേക്ക് നോക്കി നോക്കിയപ്പോൾ എനിക്ക് ഹോർലിക്സിൻ്റെ ഡപ്പയാണ് കിട്ടിയത്. അപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് ഇട്ടതാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ചുവട് നന്നായി അങ്ങ് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒന്നുകിൽ നമ്മൾ ഓരോ ഓട്ട ഉണ്ടാക്കിയിട്ട് ഒരു 3 കുണ്ട് കുഴിച്ചിട്ട് അതിൽ കുഴിച്ചിടാം, ഇത്ര മതി കേട്ടോ.
എന്നിട്ട് നമ്മൾ ആ മണ്ണൊക്കെ ഒന്ന് മുകളിലേക്ക് ഇടുക. നേരെ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിടരുത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരമാവധി വൈകുന്നേരങ്ങളിൽ ചെയ്യുക. നന്നായി നനയ്ക്കുകയും വേണം. ഇല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്കറിയാലോ, അപ്പോൾ വാടിപ്പോവല്ല, കരിഞ്ഞിട്ട് തന്നെ പോകും. പിന്നെ ഇത് ഈ DAP എന്ന് പറയുന്നത് ഡോസ് കൂടാനും പാടില്ല കേട്ടോ. ഏകദേശം ഒരു 10 12 അതിൻ്റെ മണിയായിട്ടാണല്ലോ, കടുക് മണി പോലെയാണ്. അതിനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പമുണ്ട്, കടുകിനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പമുണ്ട്. അപ്പോൾ അതൊരു 10 12 മണികളൊക്കെ ഒരു ചെടിയുടെ ചോട്ടിലിട്ടാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നമുക്കത് ഒരു എന്താ പറയുക, ഒരു 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇടാം എന്നാണ് ഞാൻ കണ്ടത്. ഇതെൻ്റെ കാറ്റ്സ് ഗ്ലോ ആണ് കേട്ടോ. അല്ല, കാറ്റ്സ് ഗ്ലോ എന്നേ വരുള്ളൂ എൻ്റെ വായിൽ എപ്പോഴും. ഗോൾഡൻ കാസ്കേഡാണ് കേട്ടോ. ഗോൾഡൻ കാസ്കേഡും ഇതിട്ട് കൊടുത്താൽ പൂക്കൾ എപ്പോഴും ഉണ്ടായി നിൽക്കുന്നത്. ഗോൾഡൻ കാസ്കേഡിൻ്റെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ അത്. എപ്പോഴും പൂവുണ്ടാവും, അതിന് സീസണൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാ ബോഗൻവില്ലാസിനും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ 11ഓളം ബോഗൻവില്ല ചെടികളുണ്ട്. നാടനുമുണ്ട്, അല്ലാത്തതുമുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, നമുക്ക് വല്ലാണ്ട് ശുശ്രൂഷ ചെയ്യാണ്ട് വളർത്താൻ പറ്റിയൊരു സാധനമാണ് ബോഗൻവില്ല. നല്ല വെയിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ചെടി തന്നെയാണ് ബോഗൻവില്ല. എപ്പോഴും പൂത്ത് നിൽക്കും. മഴക്കാലത്ത് നമ്മളിതിനെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം എന്ന് മാത്രം. പിന്നെ ഇത് 2എണ്ണം ഞാൻ ഷൊർണൂരിൽ നിന്ന് വാങ്ങിയതാട്ടോ. വെരിഗേറ്റഡ് ആണ് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഇത് 3 ഞാൻ പാർന്നൂരിൽ നിന്ന് വാങ്ങിയത്. പാർന്നൂർ വലിയൊരു നഴ്സറിയാണ് ഇതിൻ്റെ മാത്രം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മൊത്തം വാങ്ങിച്ചു പോരാൻ പറ്റും. പക്ഷെ നമ്മൾ വീട് വെക്കേണ്ടി വരുന്നു മാത്രം, അത്രയും വിലയാണ്. ഇതിനൊക്കെ ഒന്ന് പൂവുണ്ടായിട്ട് വേണം അത് കണ്ട് മനസ്സ് കുളിർമ കൊള്ളാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയാട്ടോ, ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ DAP എന്ന് പറയുന്നത് ഒരു നല്ല വളമാണ്. എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അതിന് മാത്രം, ഗാർഡനിങ്ങിന് മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.